ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ കുട്ടികളുടെ ബാഗിൽ ചോറ് മാത്രം വച്ചില്ലേ? വച്ചായിരുന്നല്ലോ. ഉറപ്പാണോ? ആ, ഞാനല്ലേ ചോറെടുത്ത. അപ്പൊ ഞാൻ തന്നല്ലേ വെച്ചത്. ആ, അപ്പൊ ഇതേത് പാത്രമാ? ശാരദമ്മ കൊറേ നേരായിട്ട് വിളിക്കല്ലേ. ചെല്ല. ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ അമ്മേ. അതെല്ലാം ഞാൻ എടുത്തു വെച്ചോളാം. ചെല്ല, പോയി കഴിക്ക. മോളെ, സോറി മോളെ. ചെല്ല, മോള് പോയി ഭക്ഷണം കഴിക്ക. ചെല്ല. വാ സത്യ. നാളെ പ്രൊജക്ട് തയ്യാറാക്കിക്കൊണ്ട് വരേണ്ടത് രമേശാണ്. വിഷയം ക്ലാസ് കഴിയുമ്പോൾ ഞാൻ തരാം. വ്യക്തമായി വരച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് വേണം വരാൻ. കൊണ്ടുവന്നില്ലെങ്കിൽ ദേ അതുപോലെ പുറത്ത് നിൽക്കേണ്ടി വരും. അപ്പൊ നാളത്തെ കാര്യത്തിന് തീരുമാനമായി. ഇന്ന് പഠിപ്പിച്ചത് ഞാൻ എല്ലാവരോടും ചോദിക്കും. പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ കയ്യിലെ ചൂരലായിരിക്കും. അപ്പൊ നാളെ അടികൊള്ളാൻ തയ്യാറായി തന്നെ വരണം. എന്താ രമേശ് വല്ലതും പറഞ്ഞോ? ഏയ്, നാളത്തെ ദിവസം നല്ല ദിവസമാണെന്ന് പറയുകയായിരുന്നു. എടി സത്യ, ടീച്ചർ അവസാനം പറഞ്ഞെഴുതിച്ചത് ഒന്ന് കാണിച്ചു തരണേ. ഞാനത് എഴുതിയില്ല. എഴുതിയില്ലെങ്കിൽ എഴുതണ്ട. ടീച്ചർ പറയുമ്പോ ശ്രദ്ധിച്ചിരിക്കണം. എന്താ സത്യഭാമേ, പത്മിനിക്കൊപ്പം പോയി പുറത്ത് നിൽക്കണമെന്നുണ്ടോ? വേണ്ട ടീച്ചർ. ആ, എങ്കിൽ സംസാരിക്കാതിരിക്കേ. അപ്പോ പറഞ്ഞതെല്ലാം നാളെ എല്ലാവരും ചെയ്തോണ്ട് വരണം, പ്രത്യേകിച്ചും രമേശ്. പത്മിനി, നാളെ വരുമ്പോ ആ ചെയ്തു വെച്ചിരിക്കുന്ന പ്രൊജക്റ്റും കൂടെ അച്ഛനെയും കൊണ്ടുവന്നാലേ ഞാൻ പത്മിനിയെ ക്ലാസ്സിൽ കയറ്റൂ. പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യോ, ശ്യാമാന്റെ ഇന്നലെ രാത്രിയില് പപ്പിയുടെ ബാഗിൽ വെക്കേണ്ട പ്രോജക്ട് റിപ്പോർട്ട് എന്റെ ബാഗിലാണ് വെച്ചത്. ഇനി ഇതും കൊണ്ട് ടീച്ചറിന്റെ മുന്നിലേക്ക് ചെല്ലാനും പറ്റില്ലല്ലോ. ചെന്നാ ഇത് ഒളിപ്പിച്ചു വെച്ചെന്നും പറഞ്ഞ് എന്റെ അമ്മയും വിളിച്ചോണ്ട് വരേണ്ടി വരും. ഈശ്വര, ഇതൊരു ഭയങ്കര ചതിയായി പോയല്ലോ. വാ സത്യ. എന്റെ പപ്പി ശ്യാമാന്റെ ഒറ്റൊരാള് കാരണ പപ്പി ഇന്ന് മൊത്തം പുറത്തേക്കേണ്ടി വന്നത്. അത് മാത്രോ? അച്ഛനെയും വിളിച്ചോണ്ട് വരണ്ടേ? ഇല്ലെങ്കിൽ നാളെയും ക്ലാസ്സിൽ കേട്ടില്ല.
ഇന്നലെ രാത്രി നമുക്ക് തന്നെ അതൊക്കെ എടുത്ത് ബാഗിൽ വെച്ചാ മതിയായിരുന്നു. അമ്മയെ കൊണ്ട് വയ്പ്പിക്കാൻ പോയതുകൊണ്ടാ ഈ കുഴപ്പമെല്ലാം ഉണ്ടായത്. ആ രമേശാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അവന് മിക്കവാറും നാളെ പണി കിട്ടും. ഈശ്വര, വരച്ചൊപ്പിക്കാൻ പറ്റാത്തൊരു പ്രോജക്റ്റ് ആയിരിക്കണേ അവന് നാളെ വരുന്നത്. അച്ഛനെ വിളിക്കുന്ന കാര്യം അതിലും കഷ്ടം. അതിനൊക്കെ ഒരു വഴി കാണാം. പപ്പി ഇപ്പൊ സമാധാനായിട്ടിരിക്കേ. ഇത് പിള്ളേരുടെ ചോറ് പാത്രമല്ലേ? ശ്യാമ ചോറെടുക്കുന്ന ഞാൻ കണ്ടതാണല്ലോ. ഈശ്വര, അപ്പൊ അവളിത് ബാഗിൽ വച്ചില്ലേ? ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഇവളിത് എന്തോർത്താ ഈ നടക്കുന്നത്? ശ്യാമേ, എടി, നീ കുട്ടികളുടെ ബാഗിൽ ചോറ് പാത്രം വച്ചില്ലേ? വച്ചായിരുന്നല്ലോ. ഉറപ്പാണോ? ആ, ഞാനല്ലേ ചോറെടുത്തേ. അപ്പൊ ഞാൻ തന്നല്ലേ വെച്ചത്. ആ, അപ്പൊ ഇതേത് പാത്രമാ? രണ്ടുപേരുടെ ഇവിടെ ഉണ്ട്. അല്ലമ്മേ, ഞാനിത് ബാഗിൽ വെച്ചതാണല്ലോ. ശ്യാമേ, ഇനി നീ അതും ഇതും പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. പിള്ളേരിനി ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? നീ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ഒന്നുകിൽ നീ നിനക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കണം. എന്താ ശാരദാമ്മേ സംഭവം? കണ്ടില്ലേ ശാന്തേ, കുട്ടികൾക്ക് എടുത്തു വെച്ച ചോറ. അതിവിടെ വെച്ചിട്ട് കുട്ടികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഞാനിനി എപ്പോ ഈ ചോറും കൊണ്ട് എത്താനാ? കടയിലാണെങ്കി ഇപ്പൊ ഊണ് കഴിക്കാനുള്ള തിരക്ക. നിന്നെ കൊണ്ടെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? എന്നാ ഇവളൊന്നും സഹായിക്കുവോ? അതുമില്ല. എന്നും ഇങ്ങനെ സങ്കടവും ദുഃഖം കാണിച്ചുകൊണ്ടിരുന്നാ മതി. ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നതാ. അന്നൊന്നും ഞാൻ ഇവരുടെ കാര്യത്തിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. എത്ര സങ്കടം ഉണ്ടെങ്കിലും അടക്കി പിടിച്ച് നടക്കും. എന്നിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് പിള്ളേരെ ഉറക്കിയിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയും. നമ്മുടെ സങ്കടം നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ? മറ്റുള്ളവരെ കൂടി അറിയിച്ച് എന്തിനാ അവരുടെ സ്വസ്ഥത കൂടി നശിപ്പിക്കുന്നത്? ഇവളങ്ങനെയാണോ? എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് ഇവൾ അറിഞ്ഞിട്ടുണ്ടോ ശാന്തേ? എന്റെ ശാരിയും ശാലിനിയും ചെറുപ്പത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതവും ഒന്നും ഇവൾ അനുഭവിച്ചിട്ടില്ല. ഇളയ മകളായതുകൊണ്ട് കുറച്ച് ലാളിച്ചു. അതിന്റെ അനുഭവ ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഒരു കൂസലും ഇല്ലാതെ. ശാന്തേ, ഞാൻ ഈ ചോറ് പിള്ളേർക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം. പിള്ളേര് ചോറ് ബാഗിൽ കാണാതെ വിഷമിച്ചിരിക്കുമായിരിക്കും. പെട്ടെന്ന് കൊണ്ട് കൊടുക്കാം. പാവം പിള്ളേര് എങ്ങനെ വിശപ്പ് സഹിച്ച് ക്ലാസ്സിലിരിക്കും?